പോയില്ല. പകുതി വഴിയുന്നപ്പോ ഒരു സംശയം. എന്തേ? അലക്കുന്ന സോപ്പ് സൺലൈറ്റ് ആണോ 500 ആണോ? അതിപ്പോ ഏതായാലും പോരെ. അത് ശരി. അപ്പൊ സോപ്പ് മിനിക്കാരെ വെറുതെ ഒരു പേരുണ്ടാക്കിയിരിക്ക. നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഗീതേ, ഗീതേ, എന്താ? അതെ, പൊട്ടിപ്പോയി. എന്ത്? കൊടവേ. ആരുടെ? ആ രാഘവന്റെ ചെറിയ കുടവാ. അതിന് നമുക്കെന്താ? അത് ഇതുണ്ടായിരുന്നു. ഏത്? കല്ല്. അതെ, പിള്ളേര് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കാന്നുണ്ടോ. അപ്പൊ ഞാൻ ആ വഴി പോവായിരുന്നു. സാധനം വാങ്ങിക്കാൻ വെച്ച് കാശിന് ഒരു 50 രൂപ കൊടുത്തു. രാഘവൻ പാവല്ലേ, അവന്റെ കുടം പൊട്ടിപ്പോയില്ലേ. അച്ഛാ, അച്ഛൻ ക്രിക്കറ്റ് കളിച്ചു, രാഘവന്റെ കള്ളുകുടം പൊട്ടിച്ചു. അയാൾ അച്ഛന്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചു. അതെ, അത് തന്നെ. ഇത് നിന്റെ അമ്മായിയോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? നമ്മളൊരു കാര്യം ചെയ്യ്, ഒരു 50 രൂപയും എടുത്തു. അവൾ അറിയണ്ട. എന്താ മരുമോളുമായിട്ട് ഒരു രഹസ്യം പറച്ചില്ലേ? നിന്നെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള കാര്യം ആലോചിച്ചോണ്ടിരിക്കുക ഞങ്ങള്. സാധാരണ മരുമക്കളെ കൊണ്ട് അമ്മായിമാർക്ക് കിടക്കപ്പുറതി ഉണ്ടാവില്ല. ഇതൊരു പഞ്ചപാപം ആയതുകൊണ്ട് നീ ഇങ്ങനെ ഞെളിഞ്ഞ് കിടക്കല്ലേ. പിന്നെ പിന്നെ അവൾ അങ്ങനൊക്കെ പറയും. മോളിയല്ലേ, ഒറ്റ മറക്കല്ലേ. എന്റെ അമ്മായിമ്മ കണ്ടില്ലല്ലോ. ഇല്ല. ആ കുന്തം കളിച്ചിനി കണ്ണി കണ്ടെന്ന് ഉടക്കണ്ട. ഓ, അപ്പൊ അവളത് പറഞ്ഞല്ലേ. നിങ്ങൾക്ക് നാണമല്ലേ ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ കൂട്ട് കളിച്ചു നടക്കാൻ? എടി, എന്റെ ശരീരത്തിനെ പ്രായമായിട്ടുള്ളൂ, മനസ്സ് ഇപ്പഴും ചെറുപ്പാ. ഷഷ്ടിപൂർത്തി 6 ആവുമ്പോഴാ ചെറുപ്പം. വെറുതെ അല്ല, 34 വർഷം ശരിക്കും അധ്വാനിച്ചിട്ടാ ഇപ്പൊ സൂഹിക്കുന്നേ. ഗവൺമെന്റ് സർവീസുള്ള മറ്റ് ഡ്രൈവർമാരെ പോലെ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങായിരുന്നില്ല എന്റെ ജോലി. കളക്ടർമാര്, മന്ത്രിമാര്, പോലീസ് ഓഫീസർമാര്, ഇവരെയൊക്കെ പുറകിലിരുത്തി രാവും പകലും വണ്ടി ഓടിച്ചിട്ടുള്ളവനാ ഞാൻ. അന്നൊക്കെ കേന്ദ്രത്തിൽ നിന്നൊരു VIP വന്ന ആദ്യം അന്വേഷിക്കുന്നത് ഡ്രൈവിങ്ങിന് ശങ്കരൻ നായരെ കിട്ടുമെന്നാ. എന്തുകൊണ്ടാ? എന്റെ സൽപ്പേര് കൊണ്ടും സർവീസിലുള്ള എന്റെ ആത്മാർത്ഥം കൊണ്ടുവാ. ഇപ്പൊ പെൻഷനായി, ഇനിയുള്ള കാലം സുഖമായിട്ട് വിശ്രമ ജീവിതം നയിക്കുക. വിശ്രമ ജീവിതം നയിക്കാനാവും സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ വിശ്രമമില്ലാതെ ചുറ്റുന്നത്? എടി, എനിക്ക് എന്താണ് ഇപ്പൊ ഒരു കുഴപ്പം? ശാലീന സുന്ദരിയായ ഒരു ഭാര്യ. ആരും കേട്ടില്ല. മൂത്ത മകൻ ബാങ്ക് ഉദ്യോഗസ്ഥനാ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ മാനേജരാ. പിന്നെ രണ്ടാമത്തെ മകൻ പ്രേമൻ വടക്കേമുറി റെഡി ആയില്ലേ? അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അയ്യോ, നേരില്ല. 7 മണിക്ക് നാടൻ തുടങ്ങേണ്ടതാ. 19 കിലോമീറ്റർ ഓടിയെത്തണം. അതിനെന്താ, പഴയ ഫെർഗോ അല്ലേ അവൻ. അവൻ ആരാ? പണ്ട് ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോഴേ ഇന്നത്തെ നമ്മുടെ രാമൻകുട്ടി നായരാണ് കളക്ടർ. അന്ന് ഞാൻ നല്ല ചെറുപ്പാ, ഒരു 30-32 വയസ്സ് കാണും. പ്രേമൻ അന്ന് പ്രേമൻ ഉണ്ടോടി? പിന്നെ നമ്മൾ കോഴിക്കോട് വരുമ്പോ പ്രേമൻ 1 വയസ്സാ. അന്ന് കൃഷ്ണൻ ഉണ്ണിയാ. 53-ലാ ഉണ്ണി. അത് കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞ പിന്നെ പ്രേമൻ. അതെങ്ങനെയാ? ദേവകി മുരളിയെ പ്രസവിക്കുന്നതിന് 3 മാസം മുമ്പല്ലേ പ്രേമൻ? അന്ന് നമ്മള് പാലക്കാട് കോഴിക്കോട് എവിടെയെങ്കിലും ആകട്ടെ. എവിടെയെങ്കിലും ആകട്ടെ. ഞാൻ പറഞ്ഞു വന്നേ, അന്ന് ബേപ്പൂർ ഒരു ഹാജിയാർക്ക് ഇതുപോലെ ഫർഗോ ഉണ്ട്. നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. സമയം ഇപ്പോഴേ വൈകി. ഇനിയും വൈകിയാൽ നാട്ടുകാർ പെരുമാറും. 4 മണിക്ക് സെറ്റ് കെട്ടേണ്ടതാ. പ്രേമൻ വടക്കേമുറി ഒന്ന് വിളിക്കാമോ? പ്രേമ, വണ്ടി വന്നു. കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ. അവര് വെയിറ്റ് ചെയ്യുമ്പോ ഈ നാട്ടുകാർക്കിടയിൽ എന്റെ വെയിറ്റ് ഒന്ന് കൂടും. അത് കൂടും. പക്ഷേ അവര് വെയിറ്റ് പറഞ്ഞ വേറെ ആളെ നോക്കും. അല്ലെങ്കിൽ തന്നെ മാസം 4-5 കളിയേ ഉള്ളൂ. നീ വെയിറ്റ് കൂട്ടി അതും കൂടി ഇല്ലാണ്ടാക്കും. എന്റെ അമ്മേ, മലയാള നാടക ലോകത്ത് എനിക്ക് പകരക്കാരനായി ഒരൊറ്റ ആളേ ഉള്ളൂ. ആരാ? ഞാൻ തന്നെ. ഇത് എന്റെ അഭിപ്രായമല്ല, നാടകപ്രേമികൾക്ക് മൊത്തത്തിലുള്ള അഭിപ്രായമാണ്. എന്ത് കുന്തെങ്കിലും ആവട്ടെ, നീ അങ്ങോട്ട് ചെന്നേ. അവർക്ക് 4 മണിക്ക് കട്ടൻ കിട്ടാനുള്ള അത്രേ. അതെന്റെ ജോലിയല്ല. ഞാൻ നടനാണ്, നടൻ മാത്രമാണ്. 6 സിലിണ്ടർ അല്ലേ? അതെ.
എഞ്ചിൻ എങ്ങനെ? എഞ്ചിന് കുഴപ്പമൊന്നുമില്ല. കയറ്റമൊക്കെ നല്ല ആ വലുവായിരിക്കും. നല്ല വലുവാ. അതാ ഇവന്റെ ഒരു കണ്ടീഷൻ. ആ പ്രേമ മടക്കിമുറിയുടെ അച്ഛനല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? നല്ല ചായ. ആ പണ്ട് മുതലേ കലാകാരന്മാരുടെ കുടുംബമാണ് ഞങ്ങളുടെ. എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു, വടക്കേമുറി ഉണിക്കണ്ടൻ നായർ. രാവണവധത്തിൽ ഹനുമാന്റെ വേഷമാണ് കിട്ടുക. ഉടുത്ത് കെട്ടി വന്നാല് അസൽ ഹനുമാൻ തന്നെ. ആ അമ്മാവന്റെ തനി സ്വരൂപമാ പ്രേമൻ. മതിയച്ച ആളുകളെ വധിച്ചത്. പോവാ. എടാ അമ്മാവന്റെ ഹനുമാൻ വേഷത്തിൽ നിങ്ങൾ കയറണം. പറഞ്ഞതാ. ആ ഒന്ന് അനക്കി വിട്ട ചേറ്. ആ ഒന്ന് തള്ളിക്കേ. ആ ആ പിടിച്ചേ. ആ കൊടുത്തോ. ഭയങ്കര വരട്ടെ. ആ ആ നേരം എത്രയായെന്നറിയോ? ഒരു 4-4:30 ആയി കാണും. അല്ല, വാച്ചല്ലേ കയ്യെ കിടക്കുന്നേ? സമയം അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഈ ഉളി തേക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായെന്നാ ഞാൻ ചോദിച്ചത്. തേച്ച് ഉളി തീരാറായി. മേസ്ത്രി, ഇത്രയും പേര് പണിഞ്ഞിട്ട് പണിയൊന്നും ആയില്ലെന്ന് പറഞ്ഞ? ഒന്ന് വേഗം നോക്കണോ. നോക്കുന്നുണ്ട്. പണിയൊന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തായി പരപണിയൊക്കെ? എന്താവാനാ ശങ്കരേട്ടാ, ഇതിപ്പോഴും തീരുന്ന ലക്ഷണമില്ല. ആ രാവിലെ മുതൽ നാട്ടുകാര്യങ്ങൾ രാഷ്ട്രീയം പറിച്ചില്ലോ ഇവർക്ക് പ്രധാനം. ഇവരൊക്കെ ഇവിടെ തർക്കിച്ച സോഷ്യലിസം വരുമോ നാട്ടിൽ? അതെ, പണിയെടുപ്പിക്കാൻ ഒരു വൈഭവം വേണം. പിടിച്ചേ. അപ്പോഴേ ഒന്ന് നിർത്തിക്കേ. പറയട്ടെ, അവനവൻ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത വേണ്ടേ? വേണം. ഇത് നമ്മുടെ ചോറ. പേർഷ്യയിൽ പോയെന്നരിച്ച് അവിടുത്തെ ഷേഖുമാരുടെ പണപ്പെട്ടി ഒന്നും ഇവനെടുത്തോണ്ട് വന്നിട്ടില്ല. എന്റെ ഒപ്പം പണിയെടുത്തിരുന്ന ഒരു വെറും സാധാ സർക്കാർ ഡ്രൈവറുടെ മകനായവൻ. ശങ്കരേട്ടാ ഒന്ന് വന്നേ. ഒന്നിങ്ങി വന്നേ. പണി നടക്കട്ടെ. ഉള്ള സമയം ഉപദേശിച്ച് കളയണ്ട. അത്ര നേരം ഒരു പണിയെടുക്കട്ടെ. നമ്മളൊന്നും അറിയാമത്തെ കിഴങ്ങന്മാരാന്ന് വിചാരിക്കരുതല്ലോ. വാന്നേ വാ. മതിയല്ലേ? ഞാനിപ്പോ വരാം. ആഹാ, ഇതാരാ? നിങ്ങൾ എന്ത് മനുഷ്യനാ? മുരളിയെ കൊണ്ട് ഇതൊക്കെ എടുപ്പിക്ക? അതിനെന്താ അമ്മനെടുത്തി? പാലക്കാട് കോട്ടയത്ത് താമസിക്കുമ്പോ സ്ഥിരം പീഡിയപ്പൊക്കെ ഞാനല്ലായിരുന്നു. അതന്ന്. ഇന്ന് അങ്ങനെയാ? ആ ഇന്നും അങ്ങനൊക്കെ തന്നെയാ. ഇവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ കുട്ടിയല്ലേ. വാ മോനെ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഗീതേ, മുരളി ഇരിക്കുക കേട്ടോ. ദേവുവിന് സുഖം തന്നെയല്ലേ? ആ അസുഖമൊന്നുമില്ല. അമ്പലത്തിലെ ഉത്സവത്തിന്റെ കണ്ടതാ ദേവുവിനെ. അമ്മ ഒരു ദിവസം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുക. മുരളി കാപ്പി എടുക്കട്ടെ? വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചു. പിന്നെ ഉണ്ണിയേട്ടാ എന്ത് പറയുന്നു? ഇന്ന് ലീവാ. ബാങ്കിന്റെ ചെയർമാനെ കാണാൻ പോയിരിക്കുക. മുരളി എന്നാ തിരിച്ചു പോകുന്നത്? ഗൾഫിലേക്കോ? ചിലപ്പോ തിരിച്ചു പോക്കുണ്ടാവില്ല. ഇവിടെ എന്തെങ്കിലും ബിസിനസ് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. എത്ര കാലം അന്യനാട്ടിൽ കിടന്നിങ്ങനെ. വീട്ടിലാണെങ്കിൽ അമ്മ ഇന്ദു മാത്രമല്ലേ ഉള്ളൂ. ഇന്ദു ഇപ്പൊ പഠിക്കാൻ പോണില്ലേ? ആ പഠിപ്പൊക്കെ നിർത്തി. മണ്ടിയാണെന്നേ. ഇനി കെട്ടിച്ചു കൊടുക്കണം. ഓ, ഇവറ്റകളെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ ഒരുത്തിയുണ്ട്, രമേ, പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നല്ലേ. മോളത്തിന് എണ്ണ എടുത്ത്. ശരി. രമ വരാറായില്ലേ? പൂവ് കോളേജ് വിട്ടാ ചിലപ്പോ ഗോപുനെ കാത്തു നിൽക്കും. അവനും ട്യൂട്ടോറിയെന്ന് ഒരുമിച്ച് ആ ബസ്സിലാ വരിക. നിന്റെ പുറകെ നിന്നോട് എന്താ പറഞ്ഞത്? എനിക്കെങ്ങനെ അറിയാം? പോയി ചോദിക്കും. വായി നോക്കിയുള്ള കൊണ്ട് വഴി അടക്കാൻ വയ്യ. ആ രമ ഇന്ന് വൈകിയോ? ഇല്ലല്ലോ. ഗോപു, പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? തവണെങ്കിലും 10ാം ക്ലാസ് കിടക്കുവോ? മുരളിയേട്ടന് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ആര് കണ്ടാലും പഠിപ്പ് പഠിപ്പ് പഠിപ്പ്. അയ്യോ, എന്തായാലും ഇവൻ മുരളിയേട്ടനെക്കാളും ഭേദം. അതെന്താ? 10ാം ക്ലാസ് 6 തവണ എഴുതിയ ആളല്ലേ. ഇവൻ 5 ആകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പഠിപ്പിലേക്ക് എന്തിരിക്കുന്നു? എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിലായാൽ പോരെ? രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം. അമ്മേ, അടുപ്പത്ത് എന്താ വെച്ചിരിക്കുന്നേ? കരിയുന്ന മണം വരുന്നു. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ
രാമ രാമ രാമ രാമ രാമ രാമ പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മതി മാം മോളകത്ത് പോയിരുന്ന വല്ലതും പഠിക്കും. പട്ടിയുണ്ടോ? ശങ്കരൻ നായരുണ്ടോ? ഇതിൽ ആരെയാ ഇപ്പൊ വേണ്ടത്? ആ ആ കുഞ്ഞമ്മന്നാണോ? വാ അത്തോട്ടിരിക്കാം. മൂന്തി നേരത്തെ അകത്തേക്ക് കയറുന്നില്ല. ആ എന്നാ പിന്നെ അവിടെ ഇരി. ആ പിന്നെ അച്ഛാ ആ മോളാ അല്ലേ? ആ മോള് തന്നെ വരുവോള്. ബാങ്കിൽ ജോലിയുള്ള കൃഷ്ണനുണ്ണിയുടെ. ആ കുടിക്കാൻ എന്താ? ഒന്നും വേണ്ട, ഇപ്പൊ ചായ കുടിച്ചേ ഉള്ളൂ. പുറത്ത് മഞ്ഞ് വീണ അപ്പ തുടങ്ങും മൂക്കടപ്പും തുമ്മലും. ആ ഞാനൊരു കോളും കൊണ്ടാ വന്നിരിക്കുന്നത്. ആ ഹാജിയാരുടെ തടിക്കമ്പനിയില്ല ഞാനിപ്പോ ഒന്ന് അറിയാവല്ലോ. ആ. മുതലാളി ഒരു പുത്തൻ കാറ് മേടിച്ചിരിക്കുന്നു. ഫോറിനാ. നമ്മുടെ നേരത്തിലൊന്നും ഇറങ്ങാത്ത സാധനം. അവനെ അതിന്റെ തത്വത്തിലൊന്ന് കൊണ്ടു നടക്കാൻ ആരുണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ നിങ്ങളുടെ പേരാ പറഞ്ഞത്. അറിവും വിവരമുള്ള ഒരു ഡ്രൈവർ നമ്മുടെ നാട്ടിൽ നിങ്ങളെ ഉള്ളൂ. അതോട് മുതലാളി പറഞ്ഞത് നാളെ നിങ്ങളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലണമെന്നാ. ഓട്ടോ അധികം വരില്ല, തരക്കേടില്ലാത്ത കാശും കിട്ടും. കാര്യം എനിക്കിഷ്ടമുള്ള ഏർപ്പാടാ. പക്ഷെ മോൻ സമ്മതിക്കില്ല. അതെന്താ? നമ്മൾ മോട്ടോർ വാഹനം ഓടിച്ചാ ജീവിച്ചതെങ്കിലും പിള്ളേരൊക്കെ വലിയ വലിയ നിലയിരിക്കുമ്പോ അവൻ സമ്മതിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ബാങ്ക് മാനേരാ. ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ആലോചിക്കാനൊന്നുമില്ല, പിള്ളേര് സമ്മതിക്കില്ല. ആ ആ ഇവിടെ തന്നെ. ആ എത്രയായി? 10 രൂപ. 10 രൂപ? ആ. റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെ 10 രൂപയോ? ഇത് എവിടുത്തെ കണക്കാ? എടോ ഇതിന്റെ മീറ്റർ എന്ന സാധനം അവിടെ. മീറ്റർ ഒന്നുമില്ല, 10 രൂപ. എടോ മീറ്റർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ന്യായമായ ചാർജ്. എനിക്കൂടെ തോന്നണ്ടേ? ഈ വണ്ടിക്ക് മീറ്റർ ഇല്ല എന്ന് എഴുതിയത് ഞാൻ കേറില്ലായിരുന്നല്ലോ. ഇങ്ങോട്ടാ. എടോ, എടോ. ഓ ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. എന്തു പറ്റി? അച്ഛാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ വരാൻ ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ. ആ 10 രൂപ ആകുമല്ലോ. 10 രൂപയോ? ഞാൻ നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ. ഞാനൊന്ന് നോക്കട്ടെ. നീ എന്താ ഇന്നലെ വരാണ്ടിരുന്നേ? എന്റെ അമ്മേ ഞാൻ എങ്ങനെ വരും? ആ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ബസിന്റെ സമയം മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, ഒറ്റ ബസ്സില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഏതോ അമ്മമാരുടെ ബന്ധു കാരണം ഒറ്റ ട്രെയിൻ ഓടുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വരും? നിന്നെ കാണാണ്ട് അച്ഛൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉണ്ണിയെ. പോയ കാര്യം എന്തായി? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. എടി എന്നെ കണ്ട ഉടനെ ചെയർമാൻ, എന്താ മിസ്റ്റർ കൃഷ്ണനുണ്ണി ഇന്നും വല്ല കംപ്ലൈൻസും ഉണ്ടോ എന്ന് ഞാൻ ശരിക്കും തട്ടി കൊടുത്തു. ഇവിടുത്തെ മാനേജർ ഉണ്ടല്ലോ, അവനൊരു പാഠം പഠിക്കും. റെയിൽവേ ടിക്കറ്റ് ഓക്കെ, ബസ് ചാർജ് ഓക്കെ, ഓട്ടോറിക്ഷ അയ്യോ 10 രൂപ അതും ഓക്കെ. പക്ഷേ ഈ 3 രൂപ എവിടെ പോയി? ആ 3 രൂപ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അത് പറ്റിയല്ലോ, എവിടെ പോയി അറിയണ്ടേ? അയ്യോ ഇത് എന്തിനെങ്കിലും ചെലവായി കാണും. ചെലവായതിന്റെ അല്ല, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. ഇന്ന് ബാങ്കിൽ പോണ്ടേ? കുളിമുറിയിൽ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ടാവും അളന്ന് കളയിലൊക്കെ. ഉണ്ണിയേട്ടാ ഓ എടി എന്നാലും ആ 3 രൂപ ഞാൻ അറിയാതെ പോകാൻ പാടില്ലല്ലോ. നിനക്ക് അറിഞ്ഞൂടാ? ഇങ്ങനെയുണ്ട് ഒരു പിശുക്കൻ. ഇവിടെ വാടാ, ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കാൻ. അമ്മേ അമ്മേ നടക്കണം അങ്ങോട്ട്, നടക്കാൻ. ദാ ഇത് കണ്ടോ, കുറെ നാളായി ഇവൻ ഈ പണി തുടങ്ങിയിട്ട്. എന്റെ ഈശ്വര, ഇതും തുടങ്ങിയോ? യവനെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ അമ്മ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല.
2-3 ദിവസമായി ഇവൻ അടുത്തൂടെ പോകുമ്പോഴൊക്കെ ഒരു ബീഡിയുടെ നാറ്റം. അയ്യോ ഈ ഉണ്ണിയേട്ടൻ കള്ളം പറയുന്നത് ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു കുറ്റി വെടി വലിച്ചു പോകുന്നത്. ആ, കാളെ ഉണ്ണി ദാ, മേലാ വീടി വലിച്ചിട്ടുണ്ടെങ്കിൽ ആ നിങ്ങളൊക്കെ അവന് ചീത്തയാക്കുന്നത്. ഇപ്പതേ കുറ്റിബീടി, നാളെ മുഴുവൻ ബീഡിയാകും, മറ്റന്നാൾ സിഗരറ്റാവും. അച്ഛാ, ഒരു പാക്കറ്റ് സിഗരറ്റ് എന്ന് വെച്ചാൽ രൂപ എത്രയായി? കാശ് കിട്ടാതാവുമ്പോ അവൻ എന്റെയോ അച്ഛന്റെയോ പോക്കറ്റ് നിന്ന് കക്കാനും തുടങ്ങും. ഒരുത്തനെ കള്ളനാക്കാൻ ദേ ഇത്രയൊക്കെ മതി. ഇനി അവൻ ചെയ്യത്തില്ല ഉണ്ണേട്ടാ. ഗോപു പോയിരുന്ന് പഠിക്കും. എടാ പോടാ. ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞതിന് ഡ്യൂട്ടികളും അയക്കണ്ടെന്ന്, വേണ്ടാത്ത ദുശീലൊക്കെ പഠിച്ചു വെക്കാൻ. ഉണ്ണേട്ടാ പോയി കുളിക്കാൻ നോക്കൂ. സമയം എത്രയെന്നറിയോ? ചെറിയൊരു കാര്യം കിട്ടിയോ അത് ഊതി വലുതാക്കാൻ. പണ്ടേ സ്കൂളിൽ പോകുമ്പോ വഴി കിടന്ന വീടി കുറ്റിയെടുത്ത് വലിച്ചതിന് ഞാൻ തല്ലിയ പാട് ഇപ്പോഴും അവന്റെ തുടയിലുണ്ട്. ആ ആളാ ഇപ്പോ. അച്ഛന്റെ സ്വഭാവം തന്നെയാ മക്കൾക്കും. അത് ശരിയാ, അമ്മ വീടി വലിക്കല്ലോ. സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞേ? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ? അല്ലെന്നോ? എന്നോടോ? നിന്നോടാ ചോദിച്ചത്? ഗോഖല തന്നെ. ഗോഖല തന്നെ. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്കാ. ഇങ്ങനെ എല്ലാരും കൂടെ ചവിച്ചാ ഞാൻ ഈ ഗതിയായത്. എങ്ങനെ ശവിക്കാതിരിക്കൂടാ? ഇന്നലെ വരെ രാജാറാം മോഹൻ റായ് എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിന് എങ്ങനെയാ ഗോഖലയായത്? ഇത് നിന്റെ അവസാനത്തെ മാർച്ചാ, നോക്കിക്കോ. ഓ, എന്താ ഒരു കണിയാന്റെ ചുമ? ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു. എന്താ? ഞങ്ങളുടെ ട്രൂപ്പിന് ആ, ഒരു വണ്ടി സ്വന്തമാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതിന് ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ? എടാ, വർഷത്തിൽ 10 സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചെന്ന് ഞാൻ വെള്ളത്തിലാവണോ അല്ലേ? 10 സ്റ്റേജോ? ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്ത് 25 കഴിഞ്ഞു. ആ, കളിക്കുന്നിടത്തൊക്കെ നല്ല കൂവലാണെന്ന് കേട്ടു. ഹേ, അത് മറ്റു ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ. ആ, നിന്റെ അഭിനയത്തെ പറ്റി ആ ആ ആ തരക്കേടില്ലാത്ത പുറഭിപ്രായമുണ്ട്. ആ അത് ഞാനും കേട്ടു. നീ പോടാ തിണ്ടി. ആ, ആ. വാ. ഒരു സ്റ്റേജിന് നിനക്ക് എന്ത് കിട്ടും? തരക്കേടില്ലാത്ത വിധം കിട്ടും. കൃത്യമായ സംഖ്യ പറ. അത് 150. 150 രൂപയോ? നിനക്കോ? എടാ സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും. അന്വേഷിക്കും, എന്നാ 100ഓളം വരും. എടാ ശരിയായ സംഖ്യ പറഞ്ഞു. എന്തൊരു ശല്യം ഇത്, മനുഷ്യന് വിശ്വാസമില്ലാത്ത പോലെ. ആക്ക് വളച്ചാ കള്ളേ പറയും. വച്ചടാ, ഇവിടെ ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. കുഴപ്പമില്ല, എന്റെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത സീസൺ ആവട്ടെ, ഞാനിവിടെ ഒരു കലക്ക് കലക്കും. പല വലിയ സമിതിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്. മാസത്തിൽ 30 ദിവസവും കളിയുള്ളവര്. ഓ, മാസത്തിന് 30 ദിവസം ഉണ്ട്, എനിക്കറിയാം. നീ പോയി കുളിച്ചിട്ട് വന്നേ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എന്റെ അമ്മയെ ഇന്നലെ വടകരയിൽ ഞങ്ങളെ നാടകം കാണാൻ ഒരു സിനിമാ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഭാവി എന്താന്ന് പറയാൻ പറ്റില്ലോ, ചിലപ്പോ എന്റെ ചിത്രവും ചുമരിന്റെ മേലെ വരും. പോടാ, പോയി കുളിക്കടാ.